കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ PMSSY കെട്ടിട നിർമ്മാണത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് BJP. കെട്ടിട നിർമ്മാണത്തിൽ ഗുരുതര പിഴവുണ്ടെന്ന PWD ഇലക്ട്രിക് വിഭാഗത്തിന്റെ റിപ്പോർട്ട് BJPയുടെ ആരോപണം ശരിവെക്കുന്നതാണ്. അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും നേതൃത്വം വ്യക്തമാക്കി. മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ 2 പ്രാവശ്യമുണ്ടായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് BJP വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. അധികൃതരുടെ അനാസ്ഥയാണ് അത്യാഹിതത്തിലേക്ക് നയിച്ചത് എന്നായിരുന്നു വിമർശനം. വിജിലൻസ് അന്വേഷണം ആവശ്യമാണെന്നും നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. അത്യാഹിത വിഭാഗം പ്രവർത്തിച്ചിരുന്ന PMSSY കെട്ടിട നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള നിർമ്മാണവും സംവിധാനങ്ങളുടെ സജ്ജീകരണവും എന്നായിരുന്നു പ്രധാന വിമർശനം. ഇത് ശരിവെക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം PWD ഇലക്ട്രിക് വിഭാഗത്തിന്റെ റിപ്പോർട്ട്. കേന്ദ്ര ഗവൺമെന്റ് PMSSY കൊടുത്ത ഗൈഡ് ലൈൻ പ്രകാരമല്ല ഇത് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് മൊത്തം അടിമുടി 177 വീഴ്ചകൾ വന്നു, പിഴവുകൾ വന്നു എന്ന് പറഞ്ഞാൽ അത് സമാനതകളില്ലാത്തതാണ്. ആരോഗ്യ വകുപ്പിനും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവർക്കെതിരെ കേസെടുക്കാൻ പാകത്തിലുള്ളതാണ്. വിജിലൻസ് എൻക്വയറി നടക്കേണ്ടതാണ്. ഇതൊന്നുമില്ലാതെ വെള്ളപൂശാനുള്ള ഒരു സമീപനം, ഇതിന്റെ നിർമ്മാണത്തിന് പിറകിലുള്ളവർ, സാമഗ്രികൾ വാങ്ങിച്ചിട്ടുള്ളവർ, ഇതിന് മേൽനോട്ടം വഹിച്ചവർ, ഇതെല്ലാവരും ഇതിന് ഉത്തരവാദികളാണ്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം. ഞങ്ങൾ ആവർത്തിക്കുന്നു, ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ സമരം ചെയ്തിട്ടുള്ളത്. 195 കോടി രൂപ മുതൽ മുടക്കിയതിൻ്റെ യഥാർത്ഥ അവകാശികളായിട്ടുള്ള പാവപ്പെട്ടവരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി, അതിൻ്റെ ഗുണം എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇതിന് ഉത്തരവാദി കേരളത്തിൽ ആരോഗ്യ വകുപ്പാണ്. തീയും പുകയും പടരുന്നത് നിയന്ത്രിക്കാനായി സ്ഥാപിച്ച ഫയർ ഡാമ്പർ പ്രവർത്തിക്കുന്നില്ല എന്നതടക്കം ഗുരുതരമായ കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത്. 2 തവണ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചിട്ടും ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും വിമർശനമുണ്ട്. കെട്ടിട നിർമ്മാണത്തിലും നിർവഹണത്തിലും മേൽനോട്ടം വഹിക്കേണ്ട സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളുടെ പിഴവാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും BJP നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നു. ജനം, കോഴിക്കോട്.